PM ആർ ഷോ അങ്ങനെയാണോ? അവർ അവരുടെ പാർട്ടി പ്രകാരം നടപടിയെടുത്തില്ലേ? അതിൽ തൃപ്തമായിക്കൂടെ? ഒരു പാർട്ടി ഒരു MLA അവരോധിച്ചു, അയാൾ പിഴച്ചുപോയി എങ്കിൽ ഇത് ഇത്രയല്ലേ ഒരു പാർട്ടിക്ക് ചെയ്യാനാകൂ എന്ന് പറയുന്നിടത്ത് യുക്തിയുണ്ടോ? യുക്തിയില്ലേ PM ആർ ഷോ? അജിംഷാദെ, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ നമ്മുടെ മുൻപിലുള്ള ചില അനുഭവങ്ങളുണ്ട്. ഒന്ന്, മാധ്യമങ്ങളുടെ മുൻപിൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ദുരനുഭവം, ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അശ്ലീല മെസ്സേജുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള അനുഭവം തുറന്നു പറഞ്ഞ ഈ പറഞ്ഞ മുൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഏത് വിധത്തിലാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ആക്രമിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പെർവേർട്ടുകളായിട്ടുള്ള സൈബർ വെട്ടുകൾ ഈ കൂട്ടം അവരെ ആക്രമിച്ചത് എന്നുള്ളതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെ രാഹുലിനെതിരായിട്ടുള്ള നിലപാട് പറഞ്ഞ കോൺഗ്രസിൻ്റെ വനിതാ MLA ആയിട്ടുള്ള ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ, പല ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് അടക്കം, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള KC വേണുഗോപാലിന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വെട്ടുകളി സംഘം ആക്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ നാട്ടിന് മുഴുവൻ ബോധ്യമുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ പെൺകുട്ടി കേരളത്തിലെ ഒരു MLA സംബന്ധിച്ചുള്ള പരാതി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി നൽകുന്നത്. അത് മഹാ അപരാധം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷവും ആ പെൺകുട്ടിക്ക് നേരെ, ആ അതിജീവിതയ്ക്ക് നേരെ ഏത് വിധത്തിലാണ് ഇവരുടെ സൈബർ സംഘം ഇടപെട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. ആര് സൈബർ സംഘം മാത്രമാണോ? KPCC ജനറൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് ഉള്ള സർവത്ര ആളുകൾ, മഹിളാ കോൺഗ്രസിന്റെ നേതാവ് അടക്കമുള്ള സർവത്ര ആളുകൾ നിലയ്ക്കാണ് ഇടപെട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി അതെ അതെ മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ ആ കുട്ടി ചേർത്ത് പിടിക്കായിരുന്നല്ലോ. എന്തായിരുന്നു ഈ UDF-ന്റെ കൺവീനർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അതൊക്കെ AI ആണെന്നാണ് പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തി ക്രിയേറ്റ് ചെയ്തതാണ് ശബ്ദ സന്ദേശങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ എന്ന് പറഞ്ഞത് UDF-ന്റെ കൺവീനറാ. ഇന്ന് ഉച്ചയ്ക്ക് ഈ പരാതി വന്ന ആദ്യഘട്ടത്തിൽ UDF കൺവീനറെ ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് ഇയാൾ തട്ടിക്കയറുക ചെയ്തത്. ആ സന്ദർഭത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടാണ് UDF-ന്റെ കൺവീനർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇവർ ഭയങ്കര ഇത് പറയണേ, ഭയങ്കര ആർജവത്തോടെ പറയണേ, ഞങ്ങൾ പരാതി DGP-ക്ക് കൈമാറി, അവർ എടുക്കാൻ സാധ്യമാകുന്ന മുഴുവൻ ഇടപെടലും നടത്തിയെന്ന്. ഈ വൃത്തികെട്ടവനെ കുറിച്ചുള്ള സർവ്വകാര്യങ്ങളും എനിക്കറിയാം. ഞാൻ വല്ലാതെ പ്രകോപിച്ചാൽ അടുത്ത ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് മുഴുവൻ എടുത്ത് പുറത്തേക്കിടും എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ കാസർഗോഡ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ വിവരങ്ങൾ കോൺഗ്രസിന്റെ കാസർഗോഡ് MP-യുടെ കയ്യിലുണ്ട്. എന്തേ ആ വിവരങ്ങൾ പോലീസിന് കൈമാറാത്തത്? ശ്രീ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ കാര്യമാണ്, നിരവധി പരാതികൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ആ പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചതെന്ന്. അപ്പൊ ആ വന്ന നിരവധി പരാതികൾ എവിടെ? എന്തുകൊണ്ട് ഇവർ ആ നിരവധി പരാതികൾ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ സംഘത്തിന് കൈമാറാൻ വേണ്ടി തയ്യാറായിട്ടില്ല? ഇനി ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുൻ മാധ്യമ പ്രവർത്തക തന്നെ മാധ്യമങ്ങൾ വഴി പറഞ്ഞു, ഉപതെരഞ്ഞെടുപ്പിന് മുൻപുൾപ്പെടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നുള്ളത്. അത് പറഞ്ഞ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇയാളെ തിരുത്താൻ തയ്യാറാകല്ല ചെയ്തത്, മറിച്ച് ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സീറ്റ് അധികം കൊടുക്കുക, ഇയാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക ചെയ്തത് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ മുൻ മാധ്യമ പ്രവർത്തകയായിരുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ഇതാണ് ഇവർ കണ്ടിന്യൂസ് ആയി എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ്. ഇയാളെ സംരക്ഷിക്കാൻ കഴിയുന്നതിന്റെ സാധ്യത മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് പോകാനടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കളാണ് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്കൊക്കെ ബോധ്യമുള്ള ഈ ക്രൈമൊക്കെ ചെയ്തയാള് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ നഗരസഭാ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന നൈനാൻ, അയാളാണ് ഈ പെൺകുട്ടിയെ ഈ പീഡനത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചു കൊടുത്തത്. നേരത്തെ കോൺഗ്രസുമായി ബന്ധമുള്ള ജോബി എന്നൊരാളാണ് ഗുളിക വേറെ മറ്റേ പെൺകുട്ടിക്ക് കൊടുത്തത്. ആദ്യം പരാതിയുമായി വന്ന പെൺകുട്ടിക്ക് കൊടുത്തത് ഗുളിക എത്തിച്ചു കൊടുത്തത്. അപ്പൊ ഈ ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമല്ല, ആ ഘട്ടത്തിൽ ആദ്യം ഇവർ പിന്തുണ കൊടുത്തു. പല വിവരങ്ങളും പല ഘട്ടത്തിലും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ കൈവശം എത്തിയിട്ടും അവർ നടപടിയെടുത്തില്ല, സംരക്ഷിച്ചില്ല. അതിന്റെ കാരണം എന്താ?
അതിന്റെ കാരണം എന്താ? കാരണം കോൺഗ്രസിന്റെ അകത്ത് ഈ വിധത്തിലുള്ള പല ബ്ലാക്ക് മെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഈ ഘട്ടം വരെ എല്ലാത്തിനും ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പാലക്കാട് MLA സ്ഥാനത്തേക്കും ഒക്കെ ഇയാളെ കൈപിടിച്ച് കൊണ്ടുവന്ന വടകര MP ഈ നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തതയുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? എന്തായാലും ധൈര്യമില്ലേ? അയാൾക്ക് ധൈര്യമില്ലേ? നിലപാടില്ലേ? അത് പറയാൻ അയാൾക്ക് ഭയാണെന്നേ. കാരണം അയാളെ സംബന്ധിച്ച പല കാര്യങ്ങളും ഈ പാലക്കാട് MLA കൈവശമുണ്ട്. പല കോൺഗ്രസ് നേതാക്കളും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ ചീഞ്ഞു നാറി നിൽക്കുമ്പോഴും ഇയാളെ സംരക്ഷിക്കുന്നത്? അതാണ് ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പരമാവധി പൊതിഞ്ഞാണ് ഏറ്റവും ഒടുവിൽ സംസാരിച്ചത്. ഹർഷ പറഞ്ഞത് വളരെ ശരിയാണ്.